നോടി ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. മലർമൊട്ടി പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബി കള്ളാക്കിനാവ് കാട്ടി നബി തൻ കുരുന്നിസ്മായിലിനെ അറക്കും പട്ടി. മലർമൊട്ടി പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബി കള്ളാക്കിനാവ് കാട്ടി നബി തൻ കുരുന്നിസ്മായിലിനെ അറക്കും മട്ടി. അഹിതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കളി അരുമക്കിടാവിനോടായി ഉണർത്തി ചോദി. അപ്പോൾ കർത്താവിൻ മറുപടി ഉറച്ചു ചെയ്തി. അഹിതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കളി അരുമക്കിടാവിനോടായി ഉണർത്തി ചോദി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ചു ചെയ്തി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. കമഴ്ത്തി കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. അപ്പോൾ കർത്താവിൻ മറുപടി അത് വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തി ഒരാട്ടിൻ കുട്ടിയെ കാലിലുള്ളാക്ക്. വേഗം ആട്ടിനെ അറുത്തി ഇബ്രാഹിമിൻ ഹക്ക്. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. ആരംഭത്തിരുനബി മദീനയിൽ ഇരിക്കുമ്പോൾ ചാരനൊരുത്തൻ വന്ന് കൂറി. ഓമന നബിയോരെ അബൂ സുഫിയാനും കൂട്ടരും ശാമിന്ന് വരുന്നുണ്ട് ജോറി എന്ന്. ആരംഭത്തിരുനബി മദീനയിൽ ഇരിക്കുമ്പോൾ ചാരനൊരുത്തൻ വന്ന് കൂറി. മാമലൻ നബി അപ്പോൾ ബദറിൽ പോയി നടന്ന് 300-ലേറെ സഹാബത്തും കൂടെ നടന്ന് ശാമിന് വരുന്നോരെ പിടിക്കുവാനിരുന്ന്. സംശയം തോന്നി അവർ വഴി മാറ്റി നടന്ന്. കൺമണി കഥയൊട്ടും അറിഞ്ഞില്ല. അബൂജഹൽ കേട്ടിന് വാർത്തകൾ പിന്നെ മടിച്ചില്ല. അടർ ചെയ്യാൻ ആയുധമെടുത്തു കയ്യിൽ. 1000 പേരുണ്ട് വഴിയിൽ ഉണ്ടാവരനവധി. ഇതു കഥ നബിയുള്ള കേട്ടപ്പോൾ സഹബോര് ചോദി. എന്തിന് ചെയ്യുമെന്ന് പറയുവിൽ ചിലരപ്പോൾ ചിന്തിച്ച് മറുപടിയോതി. ഓമന നബിയോരെ അബൂ സുഫിയാനും കൂട്ടരും ശാമിന് വരുന്നുണ്ട് ജോറിൽ എന്ന്. ആരംഭത്തിരുനബി മദീനയിൽ ഇരിക്കുമ്പോൾ ചാരനൊരുത്തൻ വന്ന്